വെൽക്കം മൈ സോഷ്യൽ മ്യൂസിക്സ് മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ വീഡിയോയിലെ പാട്ട് എല്ലാവരും കേട്ടു എന്ന് വിചാരിക്കുന്നു. പാട്ടുകൾ 19 പാട്ടോളം എല്ലാവർക്കും വേണ്ടി പാടിത്തരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നെ സഹായിച്ചതോർത്ത് ഇതിന് നന്ദിയോടെ സ്തുതിക്കുന്നു. വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഗാനമായിട്ട് നിൽക്കുവാൻ തക്കോണം കർത്താവ് സഹായിച്ച രൂപയ്ക്കായിട്ട് ഇതിന് വീണ്ടും നന്ദി പറയുന്നു. എൻ്റെ പാട്ടോർമ്മകൾ പറയുകയാണെങ്കിൽ രാവിലെ നമുക്കറിയാം, ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് പറയുകയാണ്. ഞാൻ വീട്ടിലുള്ള ദിവസങ്ങളിൽ നമുക്കറിയാം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, അതിനുശേഷം ലഞ്ച് ഉണ്ടാക്കുന്നു, അതിനിടയ്ക്ക് നമ്മൾ അതൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ വീട് തൂത്തുവാരുന്നു, അടുക്കി പറക്കുന്നു, പാത്രമൊക്കെ കഴുകുന്നു. അപ്പം വീട്ടിലുള്ളവരൊക്കെ പുറത്ത് പിടിക്കാനോ ജോലിക്കായിട്ട് പുറത്ത് പോകുന്ന സമയമായിരിക്കും ചിലപ്പം ഞാൻ മാത്രമേ വീട്ടിൽ കാണത്തുള്ളൂ. ആ ഒരു ഏകാന്ത യാമങ്ങളിലൊക്കെയാണ് കർത്താവ് എനിക്ക് പാട്ട് തന്നിട്ടുള്ളത്. രാവിലെ കൂടുതലും തന്നിട്ടുള്ള പാട്ടുകളെന്ന് പറഞ്ഞാൽ രാവിലെ 10-നും 12-നും ഇടയ്ക്ക്. ഉച്ചയ്ക്ക് പിന്നെ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ആരും ഉണ്ണാൻ വരുവാണെങ്കിൽ അന്നേരം ഒരു തിരക്കുണ്ട്. ഉച്ച കഴിയുമ്പോൾ പിന്നെയും തിരക്ക് കുറയും. അങ്ങനെ ആ തിരക്കില്ലാത്ത സമയങ്ങളിൽ എൻ്റെ മനസ്സെപ്പം empty ആകുന്നു. ആ സമയത്ത് എനിക്ക് കർത്താവ് പാട്ട് കൊണ്ട് എന്നെ നിറച്ചിരിക്കുകയാണ്. ഒരുപാട് പാട്ടുകൾ എനിക്ക് തന്നെങ്കിൽ എനിക്ക് ഒരുപാട് പാട്ടുകൾ പിടിച്ചെടുക്കാൻ കഴിയാതെ പോയി. ഒരു പാട്ടിപ്പോൾ ഒരു വരിയോ 2 വരിയോ അല്ലെ 4 വരിയോ തന്നു കഴിഞ്ഞാൽ അത് അന്നേരം ഒന്ന് ജസ്റ്റ് പാടി നോക്കും. പിന്നെ തിരക്കായി പോയാൽ അത് അന്നേരം അങ്ങ് മറന്നു പോകും. പിന്നെ കുറേ സമയം കഴിയുമ്പോൾ ഒന്ന് പാടി നോക്കാമെന്ന് ചോദിച്ചാൽ ചിലപ്പം കിട്ടത്തില്ല. പിന്നെ ആ പാട്ട് എപ്പോഴും കിട്ടുമെന്ന് ചോദിച്ചാൽ ഇന്ന് എത്ര മണിക്ക് ആ പാട്ട് തന്നു, പിറ്റേ ദിവസം ആ സമയമാകുമ്പോൾ പാടി നോക്കിയാൽ മാത്രമേ അതിൻ്റെ ട്യൂണും വരികളും കിട്ടത്തുള്ളൂ. അതൊക്കെയാണ് ഹോളി സ്പിരിറ്റിൻ്റെ ഓരോ ആക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് പാട്ടുകൾ എനിക്ക് പിടിച്ചെടുക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. രാത്രിയുടെ യാമങ്ങൾ തന്നിട്ടുണ്ട്, വൈകിട്ട് കിടക്കാൻ പോയി ബെഡിലിരിക്കുന്ന സമയത്ത് തന്നിട്ടുണ്ട്, യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിലിരുന്ന് ഇരിക്കുമ്പോൾ പോലും എനിക്ക് പാട്ടുകൾ തന്നിട്ടുണ്ട്. കർത്താവ് എനിക്ക് ചെറുപ്രായത്തിൽ എനിക്ക് ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിലൊക്കെ കളിയാക്കി പാടാൻ വലിയ വിരുദായിരുന്നു. ഞങ്ങളുടെ വീട്ടുകാരൊക്കെ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് പോകുമ്പോൾ അവരെ കളിയാക്കി പാടാൻ എനിക്ക് വലിയൊരു മിടുക്കായിരുന്നു എന്ന് അവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എങ്ങനെ എന്തുവായാലും ഇങ്ങനെയൊക്കെ കളിയാക്കി പാടിയ എന്നെ ഒരു കർത്താവ് ഒരു പാട്ട് ഒരു മ്യൂസിഷ്യനാക്കി തീർത്തു എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എല്ലാവരും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അടുത്ത പാട്ടും യേശുവിൻ്റെ സ്നേഹത്തെപ്പറ്റി വർണ്ണിക്കുന്ന പാട്ടാണ്. യേശുവിൻ്റെ സ്നേഹം. എല്ലാവരും തള്ളിയാലും എന്നെ തള്ളാതെ ചേർക്കും എൻ യേശുനാഥൻ, എല്ലാവരും മറന്നാലും എന്നെ മാറോട് ചേർക്കും എൻ യേശുനാഥൻ. അതെ, നമ്മളെ എല്ലാവരും മറന്നു പോകും. നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ നമ്മളെ മറന്നു പോകും, നമ്മളെ തള്ളിക്കളയും. പക്ഷേ തള്ളാതെ ചേർക്കുന്നവൻ നമ്മുടെ യേശു മാത്രമേ ഉള്ളൂ. ആ തിരുമാർവ് തുളച്ചത് നമുക്ക് വേണ്ടി, തിരുക്കാലക്കരങ്ങളിൽ തറച്ചത് നമുക്ക് വേണ്ടി, ആ തിരുശിലസിൽ മുൾമുടി ചൂടിയത് അതും നമുക്ക് വേണ്ടിയാണ്. നമ്മളോട് സ്നേഹം കർത്താവ് അങ്ങനെ കാണിച്ചു തന്നു. അപ്പോൾ ആ കർത്താവ് നമ്മളെ ഒരിക്കലും തള്ളിക്കളയില്ല. എത്ര ചേർന്ന് പറയും, എല്ലാവരും തള്ളിയാലും തള്ളാതെ ചേർക്കും എൻ യേശുനാഥൻ, എല്ലാവരും മറന്നാലും എന്നെ മാറോട് ചേർക്കും എൻ യേശുനാഥൻ. എൻ്റെ ലാസ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത്, അപ്പോൾ വന്ന ആധാരം എടുത്തു കളഞ്ഞാലും മറിഞ്ഞിരിക്കുന്ന മഞ്ഞ തരും എനിക്ക്, മറ്റാർക്കും ലഭിക്കാത്ത മറ്റൊരു പേര് തരും എനിക്കത്. വെളിപാടിൻ്റെ പുസ്തകത്തിലാണ് കിടക്കുന്നത്. എനിക്കത് റെഫറൻസ് നോക്കാൻ സമയം കിട്ടില്ല, ഭയങ്കര തിരക്കൊക്കെ ആയിപ്പോയി, ക്ഷീണം, അങ്ങനെ വല്ലാത്ത ഒരു റെഫറൻസ് ഒന്നും നോക്കാൻ പറ്റിയില്ല. അത് റെവലേഷൻ്റെ ഏതൊരു അധ്യായത്തിൽ കിടക്കുന്നു എനിക്ക് അറിയാം, അത്രയും എനിക്കറിയാം. അപ്പോൾ എല്ലാവരും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇത് നല്ല പവർഫുൾ വോയിസ് പാടേണ്ട പാട്ടാണ്, നല്ല എനർജറ്റിക്കായിട്ട് പാടേണ്ട പാട്ടാണ്. അപ്പം നമുക്ക് ചേർന്ന് പാടാം. എല്ലാവരും തള്ളിയാലും തള്ളാതെ ചേർക്കുമെൻ യേശുനാഥൻ, എല്ലാവരും മറന്നാലും മാറോട് ചേർക്കുമെൻ യേശുനാഥൻ. നമുക്ക് പാട്ട് കേൾക്കാം. നിങ്ങൾക്കായി പാടുന്നു സൂസൻ ഉളനൂർ. ഇതുവരെ നിങ്ങൾ നൽകിയ എല്ലാ സപ്പോർട്ടിനും നന്ദി അറിയിച്ചുകൊണ്ട് തുടർന്ന് നമുക്ക് ഗാനകേൾവിക്കായിട്ട് നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. എല്ലാവരും തള്ളിയാലും എന്നെ തള്ളാതെ ചേർക്കും എൻ യേശുനാഥൻ, എല്ലാവരും മറന്നാലും എന്നെ മാറോട് ചേർക്കും എൻ യേശുനാഥൻ, എല്ലാവരും തള്ളിയാലും എന്നെ തള്ളാതെ ചേർക്കും എൻ യേശുനാഥൻ, എല്ലാവരും മറന്നാലും എന്നെ മാറോട് ചേർക്കും എൻ യേശുനാഥൻ. തിരുമാർവ് തുളയ്ക്കപ്പെട്ടതൻ പേർക്കായി അവൻ എന്നെ
അറയ്ക്കപ്പെട്ടതൻ പേർക്കായി അവൻ എന്നിൽ കരനീട്ടി തുണയ്ക്കാതിരിക്കുകയില്ല. മുൾമൂടി ചൂടിയതൻ പേർക്കായി അവനിൽ മാറാത്ത സ്നേഹം പകരുമല്ലോ. എല്ലാരും തള്ളിയാലും എന്നെ തള്ളാതെ ചേർക്കും എന്നേശുനാഥൻ. എല്ലാരും മറന്നാലും എന്നെ മാറോട് ചേർക്കും എന്നേശുനാഥൻ. എല്ലാരും തള്ളിയാലും എന്നെ തള്ളാതെ ചേർക്കും എന്നേശുനാഥൻ. എല്ലാരും മറന്നാലും എന്നെ മാറോട് ചേർക്കും യേശുനാഥൻ. അപ്പമെന്ന ആഹാരം എടുത്തു കളഞ്ഞാലും അവൻ മറഞ്ഞിരിക്കുന്ന മന്ന തരും എനിക്ക്. അപ്പമെന്ന ആഹാരം എടുത്തു കളഞ്ഞാലും അവൻ മറഞ്ഞിരിക്കുന്ന മന്ന തരും എനിക്ക്. മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്തതുമായി മറ്റൊരു പേര് തരും എനിക്ക്. മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്തതുമായി മറ്റൊരു പേര് തരും എനിക്ക്. എല്ലാരും തള്ളിയാലും എന്നെ തള്ളാതെ ചേർക്കും എന്നേശുനാഥൻ. എല്ലാരും മറന്നാലും എന്നെ മാറോട് ചേർക്കും എന്നേശുനാഥൻ. എല്ലാരും മറന്നാലും എന്നെ മാറോട് ചേർക്കും എന്നേശുനാഥൻ.